ഭർത്താവും പ്രാപ്തരായ 2 ആൺമക്കളും തീർത്തും അപ്രതീക്ഷിതമായി വിട പറഞ്ഞപ്പോൾ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ വൃദ്ധമാതാവിന് ഇനി മഴയും വെയിലും ഏൽക്കാതെ കഴിയാം. സുമനസുകൾ കൈകോർത്തപ്പോൾ വൃദ്ധമാതാവിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ആറങ്ങാടി ഇമാം ഹാഫിൽ ഷെഫീഖ് റഹ്മാനി നിലാങ്കര അഹമ്മദ് കുഞ്ഞി ഹാജിക്ക് താക്കോൽ കൈമാറി. ഭർത്താവും പ്രാപ്തരായ 2 ആൺമക്കളും തീർത്തും അപ്രതീക്ഷിതമായി വിട പറഞ്ഞപ്പോൾ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ വൃദ്ധമാതാവിന് അവശേഷിക്കുന്ന കാലം മുഴുക്കെ ഇനി മഴയും വേനലും ഏൽക്കാതെ സുരക്ഷിതമായി കഴിയാം. ജീവിത സമ്പാദ്യമായി അവശേഷിച്ചിരുന്ന 2 സെന്റ് ഭൂമിയിലുണ്ടായിരുന്ന കൂര കഴിഞ്ഞ പെരുമഴക്കാലത്ത് നിലം പൊത്തിയതോടെ ആ മാതാവ് തീർത്തും പെരുവഴിയിലായിരുന്നു. കർണാടകയിൽ വ്യാപാരിയായിരുന്ന ഏറ്റവും കുലീനമായ കുടുംബത്തിലെ അംഗമായിരുന്നു അവർ. അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ഉന്നത ഉദ്യോഗമുണ്ടായിരുന്ന മകൻ അർബുദമെന്ന മാരകരോഗത്തിന്റെ പിടിയിൽപ്പെട്ട് 35-ാം വയസ്സിൽ യാത്രയായി. വ്യാപാരിയായിരുന്ന മറ്റൊരു മകനും മരണപ്പെട്ടു. ഇതോടെ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ഉമ്മയ്ക്ക് മറ്റു ബന്ധുക്കളും പരിസരവാസികളുമായിരുന്നു തുണ. എന്നാൽ കിടപ്പാടം കൂടി നഷ്ടപ്പെട്ടതോടെ അവരുടെ ജീവിതം ദുരിതപൂർണമായി. വിവരമറിഞ്ഞ് സുമനസുകൾ ചേർന്ന ആ മാതാവിന് ഏറെ മനോഹരമായ ഭവനം നിർമ്മിച്ചു നൽകി. അവശേഷിക്കുന്ന നാളുകളിൽ അവർക്ക് ഇനി മഴയും വേനലുമില്ലാതെ കഴിയാം. ആറങ്ങാടി നിലാങ്കരയിൽ പുതുതായി നിർമ്മിച്ച വീടിന് സമീപം നടന്ന ലളിതമായ ചടങ്ങിൽ ആറങ്ങാടി ഇമാം ഹാഫിൽ ഷെഫീഖ് റഹ്മാനി നിലാങ്കര അഹമ്മദ് കുഞ്ഞി ഹാജിക്ക് താക്കോൽ കൈമാറി. ബഷീർ ആറങ്ങാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, തായൽ അബ്ദുറഹ്മാൻ ഹാജി, A ഹമീദ് ഹാജി, സുരൂർ മൊയ്തു ഹാജി, സൗദി അബൂബക്കർ ഹാജി, CK റഹ്മത്തുള്ള, T അബൂബക്കർ ഹാജി, ഗംഗാധരൻ കോവൽപ്പള്ളി, നഗരസഭാ കൌൺസിലർ ബിന്ദു പ്രകാശ്, ജമാഅത്ത് പ്രസിഡന്റ് MK റഷീദ്, വൈസ് പ്രസിഡന്റുമാരായ CH അബ്ദുൽ ഹമീദ് ഹാജി, T റംസാൻ, അർ-റഹ്മ സെന്റർ വൈസ് ചെയർമാൻ T ഖാദർ ഹാജി, കൺവീനർ ഇബ്രാഹിം പള്ളിക്കര, KM മുഹമ്മദ്, ഹക്കീം അട്ടേങ്ങാനം, അലങ്കാർ അബൂബക്കർ ഹാജി, M ഇബ്രാഹിം കുട്ടി, C മുഹമ്മദ് നിലാങ്കര എന്നിവർ സംബന്ധിച്ചു. മുത്തലിബ് കുളിയങ്കാട് സ്വാഗതവും M നാസർ ആറങ്ങാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.